തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരു വർഷം ബാക്കി നിൽക്കെ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും പദ്ധതികൾ പൂർത്തിയാക്കാനും ജനപ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് CPI. 2025 ഡിസംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഒക്ടോബർ അവസാനത്തിലായിരിക്കും നടക്കുക. ഇതിന് മുന്നോടിയായാണ് LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ CPI പ്രതിനിധികളായ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർക്ക് പാർട്ടി നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അവസാന ഒരു വർഷം ജനങ്ങൾക്കിടയിൽ സജീവമായി ഇടപെടൽ നടത്തണമെന്നും പോരായ്മകൾ ഉണ്ടാകരുതെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നു. ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കണം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിൽ ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്ഘാടനങ്ങൾ ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയോ എന്ന് പരിശോധിക്കണം. വാഗ്ദാനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് അജണ്ടയാക്കി CPIയുടെ ജില്ലാ ക്യാമ്പുകൾ പൂർത്തിയായി. ഇനി മണ്ഡലം ക്യാമ്പുകളാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് കടന്നുവന്ന കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് കോ പാലിക്കണമെന്നതിനാൽ ഇത്തവണ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. 2020 പാർട്ടി മത്സരിച്ച എല്ലാ സീറ്റുകളും ഇത്തവണയും മത്സരിക്കാൻ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ 2020നേക്കാൾ മെച്ചപ്പെട്ട പ്രകടനവും CPI പ്രതീക്ഷിക്കുന്നുണ്ട്. LDF കൺവീനർ പദവി CPI നേതാക്കൾ വഹിക്കുന്ന ജില്ലകളിൽ പാർട്ടി മുൻകൈയെടുത്ത് CPMുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ പാർട്ടി വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സീറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ട വാർഡുകളിൽ 10 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ തോറ്റത് 50 വോട്ടിന് താഴെ, 100 വോട്ടിന് താഴെ, 100 വോട്ടിന് മുകളിൽ എന്നിങ്ങനെ യഥാക്രമം തരംതിരിച്ചിട്ടുമുണ്ട്. ഇതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. മുന്നണിയിലെ പടലപ്പിണക്കം കാരണം പരാജയപ്പെട്ട സീറ്റുകൾ, സ്ഥാനാർത്ഥിയുടെ പോരായ്മ കാരണം കൈവിട്ടുപോയ സീറ്റുകൾ, മറ്റു വിഷയങ്ങൾ കാരണം തോറ്റ സീറ്റുകൾ എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിവരം പാർട്ടി ക്രോഡീകരിച്ചിരുന്നു. അന്ന് ഈ പട്ടിക വിലയിരുത്തലിനാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ പോരായ്മ മറികടന്ന് വിജയിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം വാർഡ് പുനർനിർണയത്തിൽ ഏറെ ശ്രദ്ധ ആവശ്യമാണ്. അതിനാൽ തന്നെ വാർഡ് പുനർനിർണയത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുൻപാകെ നൽകേണ്ട നിർദ്ദേശങ്ങൾ, ഇടപെടലുകൾ എന്നീ കാര്യങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ധാരണ വേണം. പാർട്ടി ഭാരവാഹികളായ പുതുമുഖങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ ക്ലാസും നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.